നമുക്ക് മില്ലറ്റ്സ് പഠിക്കാം. മില്ലറ്റ്സിൽ നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഇവരെന്താണ് അങ്ങനെയുള്ളതൊക്കെ പഠിക്കാം. നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യണത് നമ്മൾ റൈസ്, വീറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെയൊക്കെ നമ്മളെന്താ അത് മെയിനായിട്ടുള്ള ധാന്യങ്ങൾ അല്ലേ. നമ്മൾ മില്ലറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ചെറുധാന്യങ്ങൾ. അതിൽ തന്നെ രണ്ട് രീതിയിലുണ്ട്. മേജർ മില്ലറ്റ്സ് ഉണ്ട്, മൈനർ മില്ലറ്റ്സ് ഉണ്ട്. മേജർ മില്ലറ്റ്സിൽ വരുന്ന ആൾക്കാരാണ് എന്തൊക്കെ? സോഗം, പേൾ മില്ലറ്റ്, അതുപോലെ തന്നെ ഫിംഗർ മില്ലറ്റ്. ഓക്കെ, സോഗം, പേൾ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റൊക്കെയാണ് എന്ത് വരുന്നത്? മേജർ മില്ലറ്റ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രേറ്റ് മില്ലറ്റ് തന്നെയാണ് എന്ത് പറയുന്നത്? ബ്രൂം കോൺ എന്ന് പറയാം, ജോവർ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ സോഗം ബൈക്ക് കളർ എന്നാണ് അതിൻ്റെ എന്ത് സയൻറ്റിഫിക് നെയിം. ഓക്കെ, ഗ്രേറ്റ് മില്ലറ്റ്, ബ്രൂം കോൺ, ജോവർ, സോഗം, ബൈക്ക് കളറാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ അതിൽ പ്രോളമിൻ ഉണ്ട്, പിന്നെ അതുപോലെ ബീറ്റാ കരോട്ടിൻ, ഫോളിക് ആസിഡ്, റൈബോഫ്ലാവിനൊക്കെ ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ് മില്ലറ്റ് ഒരു മേജർ മില്ലറ്റാണ്. ഇതാണ് അതിൻ്റെ പിക്ചർ. ഏത്? നമ്മുടെ ഗ്രേറ്റ് മില്ലറ്റിൽ കേട്ടോ, ഒരു മേജർ മില്ലറ്റാണത്. ഇനി അടുത്തതാണ് പേൾ മില്ലറ്റ്. പേൾ മില്ലറ്റ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇവർക്ക് കുറച്ചധികം കോമൺ നെയിം ഉണ്ട്. എന്തൊക്കെയാണ്? പേൾ മില്ലറ്റ്, സ്പൈക്ഡ് മില്ലറ്റ്, ബുൾറഷ് ഓർ ക്യാറ്റ് ടെയിൽ മില്ലറ്റ്. നമ്മൾ മലയാളത്തിൽ കമ്പം എന്ന് പറയും. ഓക്കെ, പേൾ മില്ലറ്റ്, സ്പൈക്ഡ് മില്ലറ്റ്, പിന്നെ ക്യാറ്റ് ടെയിൽ മില്ലറ്റ് എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ നമ്മൾ വേറെ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന പേരെന്താണ്? ബജ്റ. മാറിപ്പോകരുത്. ഓക്കെ, പേൾ മില്ലറ്റ്. ഇനി സയൻറ്റിഫിക് നെയിമിൽ കുറച്ച് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പെനിസെറ്റം ഗ്ലോക്കം എന്ത് തന്നെയാണ്? നമ്മുടെ പേൾ മില്ലറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ സെൻക്രസ് അമേരിക്കാനസ്, പിന്നെ പെനിസെറ്റം ടൈഫോയിഡസ്. ഇത്രയും സയൻറ്റിഫിക് നെയിം ആർക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം? പേൾ മില്ലറ്റ് അഥവാ നമുക്ക് ക്യാറ്റ് ടെയിൽ മില്ലറ്റ്, കമ്പം, ഇതിന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരു മേജർ മില്ലറ്റാണ്. അത്രയും കൂടി നമ്മൾ ഓരോന്നും പഠിക്കുമ്പോഴത്തേക്കും നോക്കണം. അപ്പോൾ ഈ പേരുകൾ, കോമൺ നെയിം നന്നായിട്ട് പഠിക്കണം. നമുക്ക് ചിലപ്പോൾ ഒരു മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാം പഠിച്ചിട്ടുണ്ട്, അറിയാം. പക്ഷേ ഏതാണെന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കോമൺ നെയിമൊക്കെ നന്നായിട്ട് ടേബിളൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഓക്കെ, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഓക്കെ, അപ്പോൾ പറ്റുന്നതൊക്കെ എന്താ നിങ്ങൾക്ക് വാങ്ങിയൊക്കെ നോക്കുക. അപ്പോൾ ധനശക്തി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ബയോ ഫോർട്ടിഫൈഡ് പേൾ മില്ലറ്റ് വെറൈറ്റിയാണ്. പിന്നെ ഹൈബ്രിഡ് വെറൈറ്റി നിങ്ങൾ പഠിക്കണമെന്നില്ല കേട്ടോ. അത് പഠിച്ചാലും നിങ്ങൾക്ക് മാറിപ്പോകൊണ്ട് നോക്കണ്ട, അത്യാവശ്യമുള്ളവർ നോക്കിയാൽ മതി അത്. ഇനി ഫിംഗർ മില്ലറ്റ് നമ്മൾ മാറിപ്പോകില്ല. കാരണം എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, റാഗി നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലേ. ഫിംഗർ മില്ലറ്റ് റെഡ് കളറാണ്, റെഡ് മില്ലറ്റ് എന്ന് നമുക്ക് പറയാം. പിന്നെ സയൻറ്റിഫിക് നെയിം എന്താണ്? ഇല്യൂസിൻ കൊറാക്കേന സയൻറ്റിഫിക് നെയിം. ഇതിൽ ഹൈ ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ബെസ്റ്റ് സോഴ്സ് ഓഫ് കാൽസ്യം. അപ്പോൾ ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്നത് റെഡ് മില്ലറ്റ്, റാഗി, അത് മാറിപ്പോകില്ല. ഇത് ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രേറ്റ് മില്ലറ്റ്, അതുപോലെ തന്നെ നമുക്ക് കോമൺ മില്ലറ്റൊക്കെ ഇനി പഠിക്കാനുണ്ട്, അതൊക്കെയാണ് മാറിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ മേജർ മില്ലറ്റ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫിംഗർ മില്ലറ്റ്, പിന്നെ നമ്മുടെ ക്യാറ്റ് ടെയിൽ മില്ലറ്റ്. ഓക്കെ, ഫിംഗർ മില്ലറ്റ്, ക്യാറ്റ് ടെയിൽ മില്ലറ്റ്, പിന്നെ നമ്മൾ ഏതാണ് പഠിച്ചത്? നമ്മുടെ മെയിനായിട്ടുള്ള ഗ്രേറ്റ് മില്ലറ്റ്. ഇവർ മൂന്ന് പേരുമാണ് മേജർ മില്ലറ്റിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഹൈ അയൺ വെറൈറ്റിയാണ് നറോമിൽ 3, അത് ആഫ്രിക്കൻ വെറൈറ്റിയാണ് കേട്ടോ. ഇനി നമ്മൾ മൈനർ മില്ലറ്റ് ഇട്ട് കിടക്കുവാണ്. അതിൽ 5 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. മൈനർ മില്ലറ്റ് എന്താണ്? പ്രോസോ മില്ലറ്റ്, ഫോക്സ് ടെയിൽ മില്ലറ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫോക്സ് ടെയിലാണ്. മേജർ മില്ലറ്റിലൊരു ക്യാറ്റ് ടെയിൽ മില്ലറ്റ് ഉണ്ട് കേട്ടോ, മാറിപ്പോകരുത്. മൈനർ മില്ലറ്റിലുള്ളത് പ്രോസോ മില്ലറ്റ്, ഫോക്സ് ടെയിൽ മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ്, ബാർയാർഡ് മില്ലറ്റ്, ബാർയാർഡ് മില്ലറ്റ്, കോഡോ മില്ലറ്റ്. ഓക്കെ, 5 പേര്: പ്രോസോ മില്ലറ്റ്, ഫോക്സ് ടെയിൽ മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ്, ബാർയാർഡ് മില്ലറ്റ്, കോഡോ മില്ലറ്റ്. 5 പേരാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ സയൻറ്റിഫിക് നെയിം നോക്കിക്കൊള്ളണം. പാനിക്കം മിലിയേസിയം ആണ് പ്രോസോ മില്ലറ്റ് എന്ന് പറയുന്നത്. സെറ്റാറിയ ഇറ്റാലിക്കയാണ് ഫോക്സ് ടെയിൽ മില്ലറ്റ്. പാനിക്കം സുമാട്രൻസ് ആണ് എന്ത്? ലിറ്റിൽ മില്ലറ്റ്. ഓക്കെ, ഇതിപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നിങ്ങളൊന്ന് നോക്കിയേ, രണ്ടിൻ്റെയും ജനറിക് നെയിം സെയിം ആണ്. ഓക്കെ, ജനറ സെയിം ആണ്. ഓക്കെ, മിലിയേസിയം എന്ന് പറയുന്നത് പ്രോസോ മില്ലറ്റും സുമാട്രൻസ് എന്ന് പറയുന്നത് ലിറ്റിൽ മില്ലറ്റുമാണ്. ഓക്കെ, അടുത്തത് എക്കിനോകോള ഫ്രുമൻറ്റേസിയെ. ഓക്കെ, എക്കിനോകോള ഫ്രുമൻറ്റേസിയെ, അതാണ് ബാർയാർഡ് മില്ലറ്റ്. പിന്നെ കോഡോ മില്ലറ്റ് എന്താണ്? പാസ്പാലം
സ്ക്രോബിക്കുലേറ്റം. ഇനി ഓരോന്നായിട്ട് പഠിക്കാം. പ്രോസോ മില്ലറ്റ് എന്താണ്? പാനിക്കം മിലിയേസിയം. ഇതിൻ്റെ പേരാണ് ഇത്തിരി ബുദ്ധിമുട്ട്. എന്താണ്? കോമൺ മില്ലറ്റ്. ഓക്കെ, ബ്രൗൺ കോൺ മില്ലറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ കോമൺ മില്ലറ്റും നമ്മുടെ ഗ്രേറ്റ് മില്ലറ്റൊക്കെയാണ് മാറിപ്പോകാനുള്ള സാധ്യത. ഇത് നമ്മുടെ മൈനർ മില്ലറ്റാണ്. അപ്പോൾ ഇതിൽ പ്രോട്ടീൻ കണ്ടൻറ്റും അതുപോലെ തന്നെ ഹൈ കാൽസ്യം ഒക്കെ ഉണ്ട് കേട്ടോ. ഏതാണ്? പ്രോസോ മില്ലറ്റ്. കണ്ടോ, പിക്ചർ കണ്ടോ? പ്രോസോ മില്ലറ്റ് നല്ല ഭംഗിയുണ്ട്. അടുത്തതാണ് ഫോക്സ്ടെയിൽ മില്ലറ്റ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? സെറ്റേറിയ ഇറ്റാലിക്ക, അല്ലെങ്കിൽ നമുക്ക് പാനിക്കം ഇറ്റാലിക്കം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ പാനിക്കം വെച്ചുള്ള കുറേ പേരുണ്ട് കണ്ടോ. പാനിക്കം മിലിയേസിയം, പാനിക്കം സുമാട്രൻസ്, അതുപോലെ തന്നെ നമ്മൾ ഫോക്സ്ടെയിലിന് എന്ത് പറയാം? അല്ലേ, പാനിക്കം ഇറ്റാലിക്കം. ഓക്കെ, നമ്മൾ ഫോക്സ്ടെയിലിന് എന്ത് പറയാം? പാനിക്കം ഇറ്റാലിക്കം കേട്ടോ. അപ്പോൾ പാനിക്കം എന്നുള്ളത് വന്നിട്ട് ജനറ പഠിക്കുക, 3 സ്പീഷീസ് വരുന്നുണ്ട്, അത് നോക്കുക. അപ്പോൾ ഫോക്സ്ടെയിൽ മില്ലറ്റിന് നമുക്ക് സെറേഷ്യ ഇറ്റാലിക്ക എന്ന് പറയാം. പിന്നെ എന്താ നമ്മൾ പറയുന്നത്? പാനിക്കം ഇറ്റാലിക്കം. ഗ്ലൂട്ടൻ ഫ്രീ യെല്ലോയിഷ് സ്മോൾ ഗ്രെയിൻ സീരിയൽ ക്രോപ്പാണ് ഇത്. ഓക്കെ, ഫോക്സ്ടെയിൽ മില്ലറ്റ് നമ്മൾ മലയാളത്തിൽ തിന എന്ന് പറയും. ഇത് ഡൈജസ്റ്റ് ചെയ്യാനും ഈസിയാണ്, നോൺ അലർജിക് ഗ്രെയിൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബേഡ്സിനൊക്കെ തീറ്റയായിട്ടാണ് പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളായിട്ടും ഡയബറ്റീസൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മില്ലറ്റാണ് എന്ത്? ഫോക്സ്ടെയിൽ മില്ലറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹൈ കണ്ടൻറ്റ് ഓഫ് കോപ്പർ ആൻഡ് അയൺ ഉണ്ട്, തിന. അടുത്തത് നമ്മുടെ കോഡോ മില്ലറ്റ്. കോഡോ മില്ലറ്റിന് പാസ്പാലം സ്ക്രോബിക്കുലാറ്റം. ഇതിൽ കുറച്ച് നമ്മുടെ ബി കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, മിനറൽസും ഉണ്ട്, പിന്നെ ലെസിത്തിൻ ഉണ്ട്. ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മലയാളത്തിൽ നമ്മൾ കൂവർക്ക് എന്ന് പറയും. ഇതാണ് അതിൻ്റെ പിക്ചർ. ഇതിൻ്റെ നല്ല വെറൈറ്റിയാണ് കേട്ടോ. തമിഴ്നാട് ഉണ്ടാക്കിയേക്കുന്നതാണ്, ഹൈ ഈൽഡിങ് വെറൈറ്റി. ഏതാണ് നമ്മൾ പഠിച്ചത്? കോഡോ മില്ലറ്റ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിമും കൂടെ നോക്കിയാൽ മതി. ഇനി അടുത്തത് ലിറ്റിൽ മില്ലറ്റ്. ലിറ്റിൽ മില്ലറ്റിനെ നമ്മൾ എന്താ പറയുന്നത്? പാനിക്കം സുമാട്രൻസ്. ഇതിൽ ഡയറ്ററി ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ഹൈ അയൺ കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ പഠിക്കേണ്ടത് കോമൺ നെയിമും ഈ സയൻറ്റിഫിക് നെയിമുമാണ് നോക്കേണ്ടത്. മേജർ ആണോ മൈനർ ആണോ എന്നും കൂടി നോക്കണം ഓരോന്നും. ഓക്കെ, കണ്ടല്ലോ. ഓക്കെ, നമ്മുടെ ലിറ്റിൽ മില്ലറ്റ്. ഇനി അടുത്തതാണ് ബാൻയാർഡ് മില്ലറ്റ്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് അടുത്തത്, അല്ലേ? ജാപ്പനീസ് മില്ലറ്റ്. ഓക്കെ, എക്കിനോകോള ഫ്രുമൻറ്റേസി, ജാപ്പനീസ് മില്ലറ്റ്. കണ്ടല്ലോ. അപ്പോൾ ഏതാണ് ജാപ്പനീസ് മില്ലറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എഴുതാൻ പറ്റണം. പല രീതിയിൽ പേരുണ്ട്, സയൻറ്റിഫിക് നെയിമും കോമൺ നെയിമും ഒക്കെ നമുക്ക് പഠിക്കണം. ഇനി അടുത്തത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ചാണ് ടെഫ് മില്ലറ്റ്. ഇത് പോളിഫിനോൾസ് ഒക്കെ കൂടുതലുണ്ട്. അപ്പോൾ ഇത് അധികം നമുക്ക് നോക്കണമെന്നില്ല, എന്നാലും എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. അപ്പോൾ നമുക്ക് ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റും അതുപോലെ തന്നെ ബാൻയാർഡ് മില്ലറ്റൊക്കെ മാറിപ്പോകരുത് കേട്ടോ. ബ്രൗൺ ടോപ്പ് മില്ലറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല. പാനിക്കം റാമോസ് എന്നാണ് നമ്മളതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ മൈനർ മില്ലറ്റ്സിൽ കുറേ പാനിക്കം ഉണ്ട്. എന്താ? ജനറ വന്നിട്ട് പാനിക്കം സ്പീഷീസാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം എഴുതി പഠിച്ചോളാം. ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. അപ്പോൾ ഇത് ഗുഡ് സോഴ്സ് ഓഫ് സിങ്ക്, അയൺ ആൻഡ് ഫൈബർ. ഇനി അടുത്തത് മില്ലറ്റ് അല്ല, പക്ഷേ നമ്മളിവരെ എന്ത് പറയും? അതുകൊണ്ട് സ്യൂഡോ മില്ലറ്റ്സ്. പെട്ടെന്ന് നമ്മൾ മില്ലറ്റ് ആണോ അല്ലേ, അതുകൊണ്ട് ഇവരെ എന്ത് പറയും? സ്യൂഡോ മില്ലറ്റ്. ഓക്കെ, മില്ലറ്റ് അല്ല. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മില്ലറ്റ് അല്ല, സ്യൂഡോ മില്ലറ്റ്സ്. അപ്പോൾ അതിലൊന്നാമത് വരുന്ന ആളാണ് ബക്ക് വീറ്റ്. അപ്പോൾ ബക്ക് വീറ്റ് ഇപ്പോൾ തന്നേക്കുന്നത് കുറച്ച് തന്നിട്ട് ഇതിൽ മില്ലറ്റ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതാണ് നമ്മൾ ബക്ക് വീറ്റ് പഠിക്കുന്നത്. സ്യൂഡോ മില്ലറ്റാണ് വിത്ത് ലൈസിൻ ആൻഡ് പോളിഫിനോൾ കോമ്പൗണ്ട്സ് വിച്ച് കൺട്രോൾസ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്യൂഡോ മില്ലറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഫാഗോപൈറം എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം, ഫാഗോപൈറം എസ്കുലൻറ്റം. അടുത്തത് അമരാന്ത്, നമ്മുടെ ചീര അല്ലേ. അപ്പോൾ ഇതും സ്യൂഡോ മില്ലറ്റാണ്, അമരാന്തസ് ക്രുവൻറ്റസ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നന്നായിട്ട് പഠിക്കുക.